നാം പൊറുക്കുക, നമ്മോടു താതൻ ക്ഷമിച്ചപ്പോൾ ക്രൂശതിലേറ്റ പീഡയാൽ അതല്ലയോ നാഥൻ ചെയ്തത്. ഇന്ന് ആഗോളസഭ വിശുദ്ധ ഡൊമിനിക്കിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ലക്ഷ്യം തന്നെ വളരെ വ്യക്തമാണ്. വചനമാകുന്ന ദൈവത്തെ ശബ്ദത്താൽ പ്രഘോഷിക്കുന്ന ദൈവത്തിൻ്റെ നായ്ക്കളാകുക എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അതായത് ഇതിനൊരു ചരിത്രം കൂടിയുണ്ട്. മുൻപ് ഡൊമിനിക്കിനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ ഡൊമിനിക്കിൻ്റെ അമ്മയ്ക്ക് ഒരു സ്വപ്നമുണ്ടായി. ഒരു നായ അതിൻ്റെ വായിൽ ഒരു ടോർച്ച് കൊണ്ട് നടക്കുന്നതായിരുന്നു ആ സ്വപ്നം. ഈ ലോകം മുഴുവനും സുവിശേഷത്തിൻ്റെ പ്രകാശം പരത്തുക എന്നതാണ് ഇതിൽ നിന്ന് അമ്മയ്ക്ക് ലഭിച്ച വ്യാഖ്യാനം. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ രൂപത്തിൽ ഒരു നായ് അതിൻ്റെ വായിൽ ടോർച്ചുമായി നിൽക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സ്വന്തം ആഗ്രഹങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ച് കർത്താവിൻ്റെ വചനം ലോകത്തിന് നൽകാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു നായയുടെ ചിത്രമായിട്ടാണ് ഇതിനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഓരോരുത്തരുടെയും വിശുദ്ധ ഡൊമിനിക്കിനെ പോലെയുള്ള ഉത്തരവാദിത്വം എന്തെന്ന് ഇന്ന് സുവിശേഷം പറഞ്ഞു തരും. ആരെങ്കിലുമൊക്കെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഒരുവനവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിൽ പിന്നെ എന്താണ് പ്രയോജനം? ഇങ്ങനെ കുരിശും വഹിച്ചുകൊണ്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയുള്ളൊരു യാത്രയുടെ പേരാണ് വിശുദ്ധി. അങ്ങനെ ജീവിച്ച ഒരാളാണ് വിശുദ്ധമേ. അദ്ദേഹം ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിലെങ്ങും പരത്താനായിട്ട് അദ്ദേഹം ഓടി നടന്നു. വചനം കൊണ്ട് ഈ ലോകത്ത് മുഴുവനും പ്രകാശമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. നമ്മുടെ ലക്ഷ്യം ഇതാണ്. നമ്മളും ഇതിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുമ്പോൾ കുരിശും വഹിച്ചുകൊണ്ട് പിന്നാലെ പോകണം. ലോകത്തിന് മുഴുവനും ക്രിസ്തുവിൻ്റെ പ്രകാശം പരത്തണം. അതിനൊരു പ്രശ്നമുണ്ട്. കയ്യിലുള്ള കുരിശാണ്, പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും. ഒത്തിരി ജീവിതത്തിലെ സങ്കടങ്ങളുടെയും വേദനകളുടെയും കടന്നു പോകണം. ഈ വേദനകളുടെയും സങ്കടങ്ങളുടെയും കടന്നുപോയി മാത്രമേ നമുക്ക് ഈ ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിൽ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഒരാൾ അയാളുടെ ആത്മാവിനെ സേവ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ചിലപ്പോഴൊക്കെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി സങ്കടം തോന്നും. ചിലപ്പോൾ നഷ്ടങ്ങളുടെയും വേദനകളുടെയും കഥകളായിരിക്കും പിന്നീട് പറയാനുണ്ടാവുക. പക്ഷേ ക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുന്നൊരു റിവാർഡുണ്ടല്ലോ, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് കത്തോലിക്ക സഭയിലെ ഓരോ വിശുദ്ധരും നമുക്ക് കാട്ടിത്തന്ന് കടന്നു പോയത്. അവരെല്ലാവരും ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു. ക്രിസ്തുവിൻ്റെ പ്രകാശം ലോകത്തിലേക്ക് പരത്താൻ ആഗ്രഹിച്ചു. അവർക്കപ്പോൾ ഒരു ബോധ്യം ഉണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ ഒരു നായക്കണക്കാണ്. അതാണ് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ഒരു ചിന്ത. ഞാൻ കർത്താവിൻ്റെ ഒരു നായയാണ്. അവന് വേണ്ടി ഓടി നടക്കാൻ വിളിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഒരു നായക്കണക്ക് അയാളിങ്ങനെ കർത്താവിനോട് ഓടി നടന്നു. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ദാനമായി കിട്ടിയ ജീവിതത്തിനിടയിൽ എന്തുമാത്രം ക്രിസ്തുവിൻ്റെ പ്രകാശം നമ്മൾ മറ്റുള്ളവർക്ക് പരത്തുന്നുണ്ട്, എന്തുമാത്രം ക്രിസ്തുവിൻ്റെ വെട്ടം നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഇരുട്ടിലായിപ്പോയ മനുഷ്യർക്കൊക്കെ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ക്രിസ്തുശിഷ്യൻ്റെ ഏറ്റവും വലിയ ഗുണം. ചിലപ്പോൾ കണ്ണീരും വേദനയും ബാക്കിയാവും, സാരമില്ലെന്നേ. നമ്മളിങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഓടി നടക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരു പൊന്നുതമ്പുരാനുണ്ട്. നമ്മൾ അവൻ്റെ മുമ്പിൽ നായയെപ്പോലെയാണ് ഓടി നടക്കുന്നതെങ്കിലും അവന് നമ്മൾ പ്രിയപ്പെട്ട മക്കളാണ്. അതുകൊണ്ട് ഈ കുരിശും വഹിച്ചുള്ള വേദനയ്ക്കിടയിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ ആ പൊന്നുതമ്പുരാൻ ആ കുരിശിൽ തന്നെ ഉണ്ടാകും. ഒരിക്കലും നമ്മളെ വിട്ടകലാതെ ഒരു നിഴൽ പോലെ കൂടെ ഉണ്ടാകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും, സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. ഒന്നും പകരം വേണ്ടെന്നാഥന നിൻ ജീവിത ശ്രുതി മാത്രം.
കപടരാം പരീശരെ പോലെ ആയിടല്ലേ, കപടരാം പരീശരെ പോലെ. പ്രബലമാം തിരുസഭകളിൽ പ്രധാനിയെങ്കിലും ദൈവതേജസ്സിൽ നിന്നു നീ എത്രയോ അന്യൻ ആയിടല്ലേ, കപടരാം പരീശരെ പോലെ. മഹോന്നതൻ എൻ യേശുദാതൻ ശിഷ്യർ പാദം തുടച്ചപ്പോൾ കഴുകണം നാം നമ്മിലെ അഹന്തകൾ എല്ലാം. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ, യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ. നല്ല ശമരിയാക്കാരനെ പോലെ അന്യോന്യം സ്നേഹിച്ചിടാം. സർവസമാനമം ദൈവദൃഷ്ടിയിൽ ഏവരും ഒന്നല്ലയോ. യേശുനാഥ ക്രൂശതില്ലറിഞ്ഞ സ്നേഹം പോലെ. ക്ഷമിക്കുക നാം, പൊറുക്കുക നമ്മോടു താതൻ ക്ഷമിച്ചപ്പോൾ. ക്രൂശതില്ലേറ്റ പീഡയാൽ അതല്ലയോ നാഥൻ ചെയ്തത്. യേശുവിൻ ജീവിതം പോലെയാക്കിടാം നാം നമ്മുടെ ജീവിത പാതകൾ. സ്ഥാനമോഹങ്ങളിൽ ആഴ്ന്നു പോകാതെയും ലോകത്തിൻ ചേഷ്ടയിൽ മൂടരാകാതെയും ക്രൂശിലെ മുഖം നോക്കി നാം മുന്നേറിടാം തൻ സാക്ഷിയാ. ഒന്നും പകരം വേണ്ടെന്നാഥന നിൻ ജീവിത ശ്രുതി മാ